ഹലോ, നമസ്കാരമുണ്ട്. സാമൂഹ്യ മാധ്യമവും മാനസികാരോഗ്യവും ഈ അടുത്ത് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കൂടുതൽ ആൾക്കാർ കൂടുതൽ സമയം പലതരം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആൾക്കാരുമായി ബന്ധപ്പെടുകയും അത് ഉപയോഗിക്കുകയും എന്തിന് മണിക്കൂറുകളോളം റീലുകൾ തോണ്ടി ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ നമ്മളെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ടോ? അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡു വി ഫീൽ ലോ വെൻ വി യൂസ് എ ലോട്ട് ഓഫ് സോഷ്യൽ മീഡിയ? ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളാണ്. എല്ലാവർക്കും മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാവണം എന്നുള്ള അല്ല സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ പ്രായമുള്ള ആൾക്കാർ, മധ്യവയസ്കർ, പിന്നെ ചെറുപ്പത്തിലുള്ള ആൾക്കാർ, ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് യങ്ങർ ജനറേഷനെയാണ് എന്നും ഇപ്പം ജോണത്തൻ ഹോയ്റ്റിൻ്റെ ആങ്ഷ്യസ് ജനറേഷൻ എന്നുള്ള പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. 13 വയസ്സ് 15 വയസ്സുള്ള ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അത് അവരുടെ ജീവിതത്തെയും അവരുടെ വീക്ഷണങ്ങളെയും അവരുടെ മാനസികാരോഗ്യത്തിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ച് പോയിൻറ്റുകളിലൂടെ വി വിൽ ജസ്റ്റ് ട്രാവൽ ആൻഡ് സി. ഇതെല്ലാം എന്നെയോ നിങ്ങളെയോ ബാധിക്കണമെന്നില്ല. ഇതിൽ ചിലത് ചിലപ്പോൾ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് പലപ്പോഴും നോക്കിക്കാണുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ ധാരാളം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ പലപ്പോഴും നോക്കിക്കാണുന്നത്. ആസ് എ കൺസ്യൂമർ ഓൾസോ നമ്മളധികം കൺസ്യൂം ചെയ്യുന്നില്ല എന്നൊക്കെ സ്വയം പറയാമെന്നുണ്ടെങ്കിലും പലപ്പോഴും ഇപ്പോൾ റീൽ എടുത്തങ്ങ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയാതെ നമുക്ക് റീൽ നോക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ ബോധ്യപ്പെടുന്നില്ല. സോ ടൈം ജസ്റ്റ് ഗോസ് ആൻഡ് ദെൻ യു ഗെറ്റ് സക്ഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ്, പ്രൊമോട്ടിങ് അൺറിയലിസ്റ്റിക് സെൽഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്ക് കഴിവില്ലായ്മകൾ, നമ്മൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമം സ്ഥിരം ഉപയോഗിക്കുന്ന സമയത്ത് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് നമ്മൾ ഭയങ്കരമായിട്ടൊരു പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട്, ആൾക്കാരുടെയൊക്കെ ലൈഫ് പെർഫെക്റ്റ്, ലുക്സ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളിലും കൂടെ ആ പെർഫെക്ഷൻ വേണമെന്നുള്ളത് നമ്മൾ വാശി പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെർഫെക്ഷൻ എന്നുള്ള അറ്റൈനബിൾ അല്ല. ഇപ്പം എനിക്ക് വേറൊരാൾക്ക് അറ്റൈൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ ലിമിറ്റേഷൻസ് പലപ്പോഴും ഞാൻ കാണാതെ ആ ലിമിറ്റേഷൻസ് വകവയ്ക്കാണ്ട് പെർഫെക്ഷന് വേണ്ടി മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ ഹാപ്പിനെസ് ഇസ് സംതിങ് ദാറ്റ് ഗെറ്റ്സ്, ഇപ്പം ചിലപ്പം ലുക്സ് ആയിരിക്കാൻ മതി, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാൻ മതി. അങ്ങനെ പല കാര്യങ്ങളിലും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നതെന്നൊന്നുമില്ല. ബട്ട് നമുക്കൊരു സെൽഫ് സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആക്കിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷമം. ദാറ്റ് ഈസ് വൺ പോയിൻറ്റ്. രണ്ടാമത്, ഫ്യൂവലിങ് ആങ്സൈറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി. അതായത് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക. നമ്മൾ പോരാ എന്നുള്ളൊരു ഫീലിങ്ങിൽ നിന്നും തന്നെയാണ് ഈ ആങ്ഷ്യസ് ആവുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ സാമൂഹ്യ മാധ്യമത്തിന് പ്രത്യേകിച്ച് ഈ ലൈക്സ്, കമൻറ്റ്സ്, ഷെയർസ് എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ പല രീതിയിലും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ധാരാളം ആ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അധികം ലൈക്ക് ഇല്ലല്ലോ, നിങ്ങൾക്ക് കമൻറ്റ് അധികം ഇല്ലല്ലോ, മറ്റാൾക്ക് ഇത്ര ലൈക്ക് ഉണ്ടല്ലോ, മറ്റാൾക്ക്. അതായത് ഈ ലൈക്കും കമൻറ്റും എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളതാണ്. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര ലൈക്ക് ഉണ്ട്, കമൻറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്. ഇനിയിപ്പോൾ അതിലൊന്നും പ്രവർത്തിക്കാത്ത ഒരാൾക്കും കുറേ ലൈക്സ് ഒരു പോസ്റ്റിന് കിട്ടുകയാണെങ്കിൽ ദേ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി, ദാറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതായത് നമുക്ക് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ, കമൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് പോരെ എന്നുള്ളൊരു തോന്നൽ. ഇപ്പം ഞാൻ ഇനീഷ്യലി വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം ആൾക്കാർ വീഡിയോ കാണുകയും ദ നമ്പർ ഓഫ് വ്യൂസ്, ലൈക്സ് ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ഡിസൈഡഡ് ടു ഡൂ സംതിങ് ഡിഫറെൻറ്റ്, വിച്ച് വാസ് പ്രോബബ്ലി നോട്ട് സംതിങ് ദാറ്റ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ പണ്ട് 50,000 വ്യൂ
കിട്ടിയിരുന്ന ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ വളരെ കുറവ് ഇത് കിട്ടുള്ളൂ. കാരണം ഇത് ആൾക്കാരെ ട്രിഗർ ചെയ്യുന്നൊരു വീഡിയോ അല്ല. അവരുടെ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അപ്പം പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ദർ എക്സിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കത് ഈ വളരെ നെഗറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന കണ്ടൻറ്റ് അതാണ് കൂടുതൽ വൈറാലിറ്റി കിട്ടുക. അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ നിലയ്ക്ക് പോയപ്പം ദർ വാസ് എ സഡൻ ഡിപ്പ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ജീവിത മാർഗമല്ല. ഐ ഡോണ്ട് മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇത് നടന്നില്ലെങ്കിലും ആൾക്കാർ കണ്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമില്ല. എന്നിട്ട് പോലും അതൊക്കെ ആണെങ്കിൽ പോലും നമ്മളുടെ എൻഗേജ്മെൻറ്റ് കുറയുന്ന സമയത്ത് അത് നമുക്കൊരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇതെന്താ ഇപ്പം ഒന്നും ആരും കാണുന്നില്ല. പിന്നെയാണ് മനസ്സിലായത്, ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൾക്കാർ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അൽഗോരിതം ആൾക്കാരുടെ മുമ്പിൽ എത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അൽഗോരിതം നോക്കുന്നുണ്ട്, അവൻ്റെ വീഡിയോനൊന്നും ഇപ്പോൾ അദ്ദേഹം ആൾക്കാർ തല്ലാൻ വേണ്ടിയിട്ടുള്ള വകുപ്പൊന്നുമില്ല, അപ്പം നമുക്കിത് ആർക്കും കാണിച്ചു കൊടുക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഞാൻ പോഡ്കാസ്റ്റിൽ ചിലവാക്കുന്നുള്ളത് വീഡിയോ അല്ലാണ്ട് ഓഡിയോസിന്. ഓഡിയോ പോഡ്കാസ്റ്റിലാണ് ശരിക്കൊരു ദർ ഇസ് നോട്ട് ആസ് മച്ച് പീപ്പിൾ ആസ് എൻ സെർച്ചബിലിറ്റി യൂട്യൂബ് മാതിരി ഇല്ലെങ്കിലും പോഡ്കാസ്റ്റ് ഇറ്റ് ഈസ് മോർ എൻഗേജിങ് ഫോർ മീ വിത്ത് പീപ്പിൾ ഹു ആർ ലിസണിങ് ടു പോഡ്കാസ്റ്റ്. അപ്പോൾ എല്ലാ എപ്പിസോഡും അതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ് സ്പോട്ടിഫൈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. ആൻഡ് ദർ ഐ ഡോണ്ട് ലുക്ക് അറ്റ് അനാലിറ്റിക്സ്, എത്ര പേര് കണ്ടു എന്താ ഏതാന്നുള്ളത് വല്ലപ്പോഴൊക്കെ നോക്കുകയാണെങ്കിലുള്ളൂ. പക്ഷെ അതൊരു റെഗുലർലി ലൈക്സ് കമൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ദർ ഇസ് നോ പ്രോസസ് ദാറ്റ് വിൽ ഫോഴ്സ് മീ ടു ആക്ച്വലി ബി ലുക്കിംഗ് അറ്റ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ് ആൻഡ് ഷെയർസ് എവറി നൗ ആൻഡ് ദെൻ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയല്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മുമ്പിലേക്ക് കാണിച്ചു തരും. ഇതാണ് ഇപ്രാവശ്യം കുറഞ്ഞിട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഒന്നും കൂടെ ചെയ്യും, എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ അൽഗോരിതം തന്നെ നമ്മളെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിപ്പിക്കാൻ വേണ്ടി നോക്കും. ദാറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി, ദാറ്റ് ക്രിയേറ്റ്സ് ഇൻസെക്യൂരിറ്റി. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് എൻകറേജസ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് കഴിവില്ല എന്നൊരു തോന്നൽ. നമ്മൾ വേറെ ആരോ ആണ് എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് സാമൂഹ്യ മാധ്യമം. അതായത് ഇതാണ് ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ എല്ലാം പെർഫെക്റ്റ്, ലുക്സ് പെർഫെക്റ്റ്, ഡ്രസ്സ് പെർഫെക്റ്റ്, സ്ഥലം പെർഫെക്റ്റ്, ഒക്കെ പെർഫെക്റ്റ്. അതായത് എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളത്, അതായത് നമ്മളുടെ ജീവിതം എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചില്ലെങ്കിൽ നമുക്കെന്തോ ഒരു ഇരിക്കപ്പുറത്തില്ലാത്ത മാതിരി. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എൻ ഇമ്പോസ്റ്റർ സിൻഡ്രോം. ആൾക്കാരുടെ ഇടയിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മളൊരു സെൽഫ് ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആൾക്കാരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ശരിക്കും നമ്മൾ എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ നമ്മളുടെ യഥാർത്ഥ സെൽഫ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈക്കും കാര്യങ്ങളും കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെയാണ്, സ്വതവേ സംസാരിക്കുന്ന ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെ തന്നെ സംസാരിക്കാം. അപ്പോൾ ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ കുറേ കാലം പുറത്തൊക്കെ ജീവിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു മലയാളി കോഴിക്കോട് നിന്നുള്ള ഒരാളല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മലയാളം ചിലപ്പോൾ ഒരു കോഴിക്കോട് ഭാഷയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കോഴിക്കോട് നിന്നുള്ള നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ വികാരാവേശത്തിൽ കൊള്ളുന്ന നമുക്ക് കോഴിക്കോട് ഭാഷ തന്നെ വരിക. ബട്ട് പലപ്പോഴും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം മര്യാദയ്ക്ക് സംസാരിച്ചുവിടുന്നൊക്കെ. അതായത് എന്തോ നമ്മളല്ലാത്ത എന്തോ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തുമ്മും, ഞാൻ ചിലപ്പോൾ ഏമ്പക്കം വിട്ടുന്നിരിക്കും, ചിലപ്പോൾ ചുമച്ചു നിന്നിരിക്കും. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാനും നിൽക്കലില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാരുണ്ടാവും നിങ്ങൾക്കിത് ഒന്നും കൂടെ എഡിറ്റ് ചെയ്തുകൂടെ വീഡിയോ എന്ന് ചോദിക്കും. ഞാൻ എഡിറ്റൊന്നും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ എന്തിനാ എഡിറ്റ് ചെയ്യുന്നത്? അങ്ങനെ എഡിറ്റ് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വിചാരിച്ചു ഇങ്ങനെ എഡിറ്റ് ചെയ്തതാണ് എൻ്റെ ജീവിതം എന്ന് ആൾക്കാർ വിചാരിക്കും. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതത്തിനെ പറ്റിയിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഒന്നും ഇടാറില്ല.
ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും മോനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഫാദേഴ്സ് ഡേ. അപ്പോൾ ഞങ്ങളുടെ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഫാദേഴ്സ് ഡേ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം. അപ്പം ഉഷയും മോളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മോനും ഞാനും കൂടി കഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഫാദേഴ്സ് ഡേക്ക് ഇതേമാതിരി മക്കളുടെ കൂടെ ഫാദേഴ്സ് ഡേക്ക് പോയിട്ട് ഒരൊറ്റ ഫോട്ടോ എടുത്തില്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആൻഡ് വി ഡിഡ് നോട്ട് ടേക്ക് എ ഫോട്ടോ. കാരണം വെച്ചാൽ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ ഫോട്ടോ എടുക്കാൻ തന്നെ മറന്നു പോവാണ്. അതാണ് വലിയൊരു മാറ്റം വന്ന് ഞാൻ ആലോചിക്കുക. കാരണം മുമ്പേയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും ആസ് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് സാമൂഹ്യ മാധ്യമം ഏറ്റെടുത്തു. അതായത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പം മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോലും ഫോട്ടോ എടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പോകുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ സാമൂഹ്യ മാധ്യമം നമ്മളുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ റിയൽ സെൽഫ് അല്ല എന്നുള്ളത് കൊണ്ട് നമ്മളെ ട്രൂ സെൽഫ് പോരാ എന്നുള്ളൊരു തോന്നലിൽ കൂടെ ഉണ്ടാവുന്ന ഇമ്പോസ്റ്റർ സിൻഡ്രോം. അല്ലാതെ തന്നെ സാമൂഹ്യ മാധ്യമം അല്ലാതെ തന്നെ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പം എനിക്കൊക്കെ എൻ്റെ ജോലിയിലൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സാധനമാണ്, ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ലേ എന്നുള്ളൊരു തോന്നലാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ ഞാൻ അതിന് കഴിവുള്ള ആളല്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴോ മനസ്സിൽ കൂടിയിട്ടുണ്ട് ചില കാര്യത്തിൽ. ഈവൻ ദോ ഐ കണ്ടിന്യൂസ്ലി ഡു ദാറ്റ്, ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് അപ് ടു പാർ. അപ്പം ഇമ്പോസ്റ്റർ സിൻഡ്രോം ഓത്തൻറ്റിക് എക്സ്പ്രഷൻ ഇൻഹിബിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓത്തൻറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് സ്വയം എക്സ്പ്രസ് ചെയ്യുക നമ്മളൊരു ജീവിതത്തിൽ വേറൊരാളായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓത്തൻറ്റിക്കായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരാളോട് പെരുമാറുന്ന പോലെ നമുക്ക് ഓത്തൻറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുമോ? ഇപ്പോൾ ധാരാളം സാമൂഹ്യ മാധ്യമത്തിൽ ആൾക്കാർ പറയുന്നുണ്ട് യു ഷുഡ് ബി ഓത്തൻറ്റിക്, യു ഷുഡ് ബി ഓത്തൻറ്റിക് എന്നുള്ള. ചില ഹൗ ഡു യു നോ ഈ ഓത്തൻറ്റിക് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വികൃതികളുണ്ട്. ബട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ധാരാളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് നമ്മളുടെ ഓത്തൻറ്റിക് എക്സ്പ്രഷന് അത് സാധ്യതയാവില്ല. യു ഷുഡ് നോട്ട് സേ ദിസ്, യു ഷുഡ് സേ ദാറ്റ്, യു ഷുഡ് ബി ദിസ്, യു ഷുഡ് ബി പ്രസൻറ്റബിൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് യുവർ ട്രൂ സെൽഫ് ആയിട്ട് നമ്മൾ ഡിസ്കണക്റ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് ചില സമയത്ത് നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ വീക്ക്നെസ്സസ്, ഇങ്ങനത്തെ സാധനമൊന്നും നമ്മൾ പുറത്ത് പറയാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് പറയണം എന്നുള്ളതല്ല, നമ്മൾ മെല്ലെ നമ്മളുടെ റിയൽ ലൈഫുമായിട്ട് ഡിസ്കണക്റ്റായി വരുന്ന സമയത്ത് നമ്മളുടെ വൾണറബിലിറ്റിയും നമ്മളുടെ വിഷമങ്ങളും പറയാൻ ആളില്ലാതെ ആവുന്നൊരു സിറ്റുവേഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇൻക്രീസസ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇപ്പം സാമൂഹ്യ മാധ്യമത്തിൽ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ ക്യാൻസൽ കൾച്ചറിൻ്റെ കാലമാണ്. അപ്പോൾ പേടിയാണ് കുറേ ആൾക്കാർക്ക്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു ഭാഗം, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ ആ ഭാഗം എടുത്തിട്ട് യു മൈറ്റ് ഗെറ്റ് ക്യാൻസൽഡ് എന്നുള്ളത്. ഇഫ് നോട്ട് ടുഡേ, ടുമോറോ യു വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഇഫ് യു ആർ യൂസിങ് സോഷ്യൽ മീഡിയ. ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനം, ഒരു കാലത്ത് ധാരാളം ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാത്തിനും കമൻറ്റും ഇതൊക്കെ ചെയ്യുന്നു. അന്ന് നമ്മൾ ചിലപ്പോൾ ചില സംഭവങ്ങളുടെ മുകളിലൊക്കെ നമ്മൾ പ്രതികരിക്കുന്നത് അതാവശ്യമില്ലാതെ പ്രതികരിക്കുന്ന ചില കേസുണ്ട്. അതായത് പ്രതികരിക്കണം എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കാറില്ല, പക്ഷെ ഒരു കാലത്ത് ആൾക്കാർ ചോദിക്കണത് ഇതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ, ഇതിനെപ്പറ്റി ഇതെന്തോ ഈ പ്രശ്നത്തിനെ പറ്റിയൊക്കെ ഞാനെന്തോ അഭിപ്രായം പറയണം എന്നുള്ള ധാരണയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം എന്ന് പറഞ്ഞാൽ ജഡ്ജിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് സാമൂഹ്യ മാധ്യമത്തിൽ, യൂട്യൂബിലല്ലേ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ജഡ്ജിങ്. അവൻ ആ പറഞ്ഞത് ശരിയായില്ല, ഇവൻ ഈ പറഞ്ഞത് ശരിയായില്ല, ഇതിങ്ങനെയാണ് വേണ്ടത്, ഇതെങ്ങനെയാണ് വേണ്ടത്. അത് നമ്മളങ്ങ് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത്. ആൾക്കാർക്ക് സ്ലിപ്പ് ഓഫ് ടങ് പറ്റാം, ആൾക്കാർ ഉദ്ദേശിക്കാതെ അറിയാതെ അബദ്ധത്തിന് പറഞ്ഞു പോയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെ മോശമായിട്ടുള്ള ആൾക്കാരാവില്ല. പക്ഷേ ആ ഒരു സംഭവം കൊണ്ട് മാത്രം ജഡ്ജ് ചെയ്തിട്ട് ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മോശമാക്കി
വിലയിരുത്തി മോശമാക്കി മുദ്ര കുത്തി അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളൊരു സംഭവം. ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ അതുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി വുഡ് വി ഗെറ്റ് ജഡ്ജ്ഡ് എന്നുള്ളത് തോന്നാൻ വേണ്ടി സാമൂഹ്യ മാധ്യമം മുമ്പുണ്ടായിരുന്ന ബീങ് എ ഫ്രീ പ്ലേസ് ടു കമ്മ്യൂണിക്കേറ്റ് എനിത്തിങ്, കുറേ ആൾക്കാർക്ക് അത് ആ സ്പേസ് കൂടുതൽ ഫ്രീഡം ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം തുറന്ന് പറയണം, പക്ഷെ തുറന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ നമ്മളുടെ നേരെ ആഞ്ഞടിച്ച് അതിനെക്കാളും നല്ല പറയാതിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരിക്കാൻ മതി. ഞാൻ പ്രതികരിക്കുന്ന കുറേ സംഭവങ്ങൾ നിർത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഇപ്പം എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നത്? ഇപ്പം ഇങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ദാറ്റ് ഈസ് വാട്ട് ക്രിയേറ്റ്സ് വാല്യൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വെദർ യു ഹാവ് ലൈക്സ്, ഷെയർസ്, വ്യൂസ്, ഇതൊന്നും ഒരു വിഷയമല്ല. ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ വാല്യൂ അറ്റ്ലീസ്റ്റ് ഫോർ സം പീപ്പിൾ. എനിക്കെന്തായാലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ 1-2 ആൾക്കാർക്കെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർത്ത് ദ എഫേർട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് കുറേ ആൾക്കാരെ കൊണ്ട് കാണിച്ചിട്ട് അവരെങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നുള്ളത് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ വാലിഡേഷൻ. നമുക്ക് വാലിഡേഷൻ വേണം മനുഷ്യൻ എപ്പോഴും ആരെങ്കിലും ഒക്കെ പറയണം നീ ചെയ്യുന്നത് ശരിയാണ്, കുഴപ്പമില്ല, നീ പറഞ്ഞതിൽ ഇതുണ്ട്. ആ വാലിഡേഷൻ വേണം. പക്ഷെ ആ വാലിഡേഷൻ, എക്സ്റ്റേണൽ വാലിഡേഷൻ കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ വിലയിരുത്തുള്ളൂ എന്ന് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാവിങ് ഫോർ ക്രേവിങ് ഫോർ വാലിഡേഷൻ. അത് എക്സ്റ്റേണൽ വാലിഡേഷൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണമെന്നുള്ളൊരാളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യുന്നു, ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളത്, അത് കുറേ പേര് അത് മോശമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അൽഗോരിതം ആ പോസ്റ്റ് അങ്ങോട്ട് മുക്കുന്നു, ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നില്ല. നമുക്ക് വാലിഡേഷൻ കിട്ടാണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ എന്നെ ആരും വാലിഡേറ്റ് ചെയ്യുന്നില്ല, ഞാൻ പോരേ എന്നുള്ള തോന്നൽ. ഇതൊരു നമ്മളെ സെൽഫ് വർത്തിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ വാലിഡേഷൻ. എക്സ്റ്റേണൽ വാലിഡേഷൻ, സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വാലിഡേഷൻ അല്ല നമ്മളെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ദേ യൂസ് ഹ്യൂമൻ സൈക്കോളജി, ദേ യൂസ് ബിഹേവിയറൽ ടെക്നിക്സ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യനെ ഭയങ്കരമായിട്ട് ഈ പ്ലാറ്റ്ഫോമുകളിലും അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിൽ ആ വേൾഡിലും ഡിപ്പെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഈ കമ്പനികൾക്കൊക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും ഇപ്പം ഇതിനൊക്കെ ഗുണം ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കമ്പനികൾ ആൾക്കാരെ എത്താൻ വേണ്ടി ഇതുവഴി ഉപയോഗിക്കുന്നു. ക്രിയേറ്റേഴ്സ് ഇത് ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് റിയൽ ലൈഫിൽ നിന്നും ഈ സംഭവം ഭയങ്കര ഒരു വാലിഡേഷൻ എൻജിനായിട്ട് മാറുന്നു. ആ വാലിഡേഷൻ എൻജിനിൽ വി സക്കം ടു ദാറ്റ് വാലിഡേഷൻ എൻജിൻ. അതൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കമ്പാരിസൺ ഫെറ്റീഗ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു കമ്പാരിസൺ കാരണമാണ്. നമ്മളുടെ ഒരു ധാരണ ഉണ്ട് മറ്റുള്ളവരെക്കാട്ടും നമ്മൾ നന്നാവണം, അല്ലെ ഇയാളെക്കാട്ടും നന്നാവണം. ചിലപ്പോൾ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരായിട്ട് നമുക്കൊരു കമ്പാരിസൺ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ആരുമായിട്ടും കമ്പാരിസൺ ഇല്ല. ഇപ്പോൾ ഇയാൾക്ക് വലിയ വീടുണ്ട്, അയാൾക്ക് വലിയതുണ്ട്, അങ്ങനത്തെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കമ്പാരിസൺ ഒന്നും ഇല്ലെങ്കിലും ചില ആൾക്കാരുമായിട്ട് കമ്പാരിസൺ ഉള്ളത് അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാൻ മതി, അല്ലെങ്കിൽ ഒരുമിച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കാൻ മതി, അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാൻ മതി, അല്ലെങ്കിൽ എഴുത്തുകാർ മറ്റെഴുത്തുകാരുമായിട്ടായിരിക്കാൻ മതി, ക്രിയേറ്റേഴ്സിന് മറ്റ് ക്രിയേറ്റേഴ്സായിട്ടായിരിക്കാൻ മതി. അപ്പോൾ എപ്പോഴും ആ ഒരു കമ്പാരിസൺ കാരണം കമ്പാരിസൺ ഫെറ്റീഗ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ താരതമ്യം ചെയ്ത് നമ്മളെ തന്നെ കാണാതെയായി പോകുന്ന ഒരു സിറ്റുവേഷൻ. We become totally invisible to ourselves because only every time we are focusing on the comparison with other people. അതൊരു വലിയൊരു കമ്പാരിസൺ ഫെറ്റീഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രഗിൾസ്, നമ്മളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വി ഹൈഡ് ഇറ്റ് ബിഹൈൻഡ് എ മാസ്ക്. ലോകം സുന്ദരമാണ്, നമ്മളെ ജീവിതം സുന്ദരമാണ്, നമ്മളെന്ത് ഭയങ്കരൻ, നമ്മളെന്ത് കേമൻ എന്നുള്ള
കാര്യത്തിൽ നമ്മളുടെ ആക്ച്വൽ പ്രശ്നങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ധാരാളം സമയം സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ റീൽസിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ധാരാളം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സാമൂഹ്യ മാധ്യമം വഴി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, ഐ ആക്ച്വലി ലോസ്റ്റ് കണക്ഷൻ വിത്ത് ദ റിയൽ വേൾഡ്. I was probably struggling, but my struggles I was covering behind a mask. ഇൻറ്റൻഷനലി ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് വല്ല മൂഡിൽ പറയുന്നുണ്ടാവും. അത് നമുക്ക് ആ ഒരു എനർജി ലെവലും ആ ഒരു എക്സൈറ്റ്മെൻറ്റും 10 മിനിറ്റിലേക്കോ 15 മിനിറ്റിലേക്കോ ഒക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ 24 മണിക്കൂർ ഉറങ്ങാത്ത പ്രോബ്ലി അബൌട്ട് 17-18 hours ഓഫ് യുവർ ലൈഫ് മുഴുവൻ സമയം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടും എനർജിയോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ 10 മിനിറ്റ് വീഡിയോയിൽ വളരെ എക്സൈറ്റഡും എനർജിയും കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കി 16 മണിക്കൂറും ചിലപ്പോൾ നമ്മൾ പല കാര്യത്തിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എപ്പോഴും ആ 10 മിനിറ്റ് എക്സൈറ്റഡ് ആയിട്ടും എനർജൈസ്ഡ് ആയിട്ടും നമ്മൾ ഗംഭീരമാണ് എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ we might forget that we are hiding the struggles behind a mask that the world sees. അപ്പം that creates another problem because നമ്മളെ സ്ട്രഗിൾസ് എന്നുള്ളതാണ് നമ്മളുടെ റിയാലിറ്റി. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ വിഷമങ്ങൾ, നമ്മളുടെ സംശയങ്ങൾ, നമ്മളുടെ ആശങ്കകൾ, ഇതൊക്കെയാണ് നമ്മളുടെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ സാമൂഹ്യ മാധ്യമത്തിലുള്ള സംഭവമല്ല നമ്മളുടെ യാഥാർത്ഥ്യങ്ങൾ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ്. പിന്നുള്ളത് ബോഡി ഇമേജിൻ്റെ ഐഡൻറ്റിറ്റിൻ്റെയും പ്രശ്നമാണ്. ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം as they grow in a dating scene, having a partner, looking good, ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സമൂഹത്തിൽ ഒരാൾക്ക് ഈ എന്താ ഭയങ്കരമായിട്ട് തടിച്ചു പോയല്ലോ, എനിക്ക് കുമ്പ ചാടിയിട്ടുണ്ടല്ലോ, ഈ എന്താ ഇങ്ങനെ എന്നുള്ള കണ്ടാ പ്രായം തോന്നിക്കുന്നില്ല, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓൾറെഡി ആൾക്കാരെ ഒരു ബോഡി ഷെയ്മിങ് ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന, ബോഡി ഷെയ്മിങ് ധാരാളം നടക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടെ സമൂഹം. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ഈ തങ്ങളുടെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള ധാരണകളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെയല്ലല്ലോ ഇവരെ കാണാനുണ്ട്, പക്ഷെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ഇവരങ്ങട്ടങ്ങട്ടങ്ങട്ട് ഇതാക്കും. ഇത് നേരിട്ട് കാണുന്നതും അല്ലാതെയും ആൾക്കാർ വ്യത്യാസം വരുന്നത്. ഇപ്പം എനിക്കറിയാം, ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചില ടൈപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നമ്മളെ കാണാൻ ജനറലി ഒരു ഫോട്ടോയിൽ വരുന്ന മാതിരിയുള്ള സംഭവമല്ല. കാരണം ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് എൻ്റെ വളരെ നാച്ചുറലായിട്ടിൻ്റെ വല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, തൊള്ളയൊക്കെ തുറന്നിട്ട് കണ്ണൊക്കെ കൊന്തിയിട്ട് പറഞ്ഞിട്ടുള്ള ചില ഫോട്ടോസ്. അപ്പോൾ ഇത് രസം എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ വെച്ച് ഇതൊന്നും മര്യാദയ്ക്ക് നിന്നൂടെ, കുമ്പയൊക്കെ ചാടി. പക്ഷെ നേരെ നമ്മൾ ഫോട്ടോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് മസിലൊക്കെ പിടിച്ച് ഒന്ന് ഇതാക്കിയിട്ട് നമ്മളുടെ ഒരു നല്ലൊരു ആംഗിളിൽ ആക്കുക. ഇങ്ങനെയൊക്കെയാണ് ഫോട്ടോസ് അധികം വരിക. ബട്ട് ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. ഇപ്പം നേരിട്ട് തന്നെ ഒരാൾ കാണുന്ന സമയത്ത് പലപ്പോഴും ഇപ്പം അവർക്ക് എന്നെ പറ്റിയിട്ടൊരു ഭയങ്കര ബോഡി ഇമേജ് ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ വിചാരിക്കും, കാണുന്ന പോലെ അല്ല കേട്ടോ, അല്ലേ എന്താ പറയുക, ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന പോലെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീരെ പോരാട്ടോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. പിന്നെ അവിടെ മുടി കറുപ്പിക്കണം എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ട്, നിങ്ങൾ മുടി കറുപ്പിച്ചാൽ നന്നാവും, കണ്ണടേൻ്റെ ഫ്രെയിം മാറ്റിയാൽ നന്നാവും, താടി മീശ വെച്ചാൽ നന്നാവും. അതായത് നമുക്ക് എന്തോ ഇങ്ങനെയൊക്കെ ആക്കി നമ്മളെന്തോ ഒരു ലുക്ക് കേമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവം എന്നുള്ളതാണ്. മുടി നരച്ചത് ഇപ്പോൾ മുടി നരച്ചതാണ്, അതിനെ കറുപ്പിക്കണം എന്നിട്ട് കറുപ്പിക്കാം. പക്ഷെ എന്നിട്ട് എന്താ കാര്യം? പക്ഷേ ഞാൻ പറയുന്നത് ഈ ബോഡി ഹെൽത്തി ആവണം, അതിന് വേണ്ടിയിട്ട് ഓവർ വെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഓവർ വെയ്റ്റ് ആവുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സസൈസ്, മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് അതിനെയൊക്കെ നമ്മളങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് ഈ പെർഫെക്ഷനിലേക്ക്, പെർഫെക്റ്റ് ബോഡി സംഭവത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഭയങ്കരമായിട്ട് വരും. ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന മസിൽ വെച്ചിട്ടുള്ള സാധനം, ഞാൻ ജിമ്മിൽ നിന്ന് ഫോട്ടോ എടുക്കില്ല. എന്തിനാണ് ജിമ്മിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്?
പിന്നെയാണ് ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഇവളൊക്കെ നല്ല. ആ സമയത്ത് നമ്മൾ ഫോട്ടോയിൽ തന്നെ വയറൊന്നും കാണിക്കാണ്ട് ഫോട്ടോ എടുക്കുക. അപ്പം നമ്മൾ റിയൽ ഒരു പിക്ചറല്ല നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇടുന്നത് എന്നുള്ള സംഭവം. സോ ദാറ്റ് ക്രിയേറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജ്, ഐഡൻറ്റിറ്റി ഡിസ്റ്റോർട്ടഡ് ആവും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. പത്താമത്തത് നമ്മളുടെ പ്രസൻസ് ഡിസ്റപ്റ്റ് ചെയ്യുക, റിയൽ കണക്ഷൻസ് ഡിസ്റപ്റ്റ് ചെയ്യുക. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ ഫീൽ ചെയ്തിട്ടുണ്ട്. ധാരാളം സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമം എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. കാരണം ആൾക്കാരുമായിട്ട് നമുക്ക് ഒരിക്കലും പരിചയപ്പെടാൻ സാധ്യത ഇല്ലാത്ത കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. I've been very privileged to be recognized through social media. പക്ഷേ അതാണ് ശരിയെന്നും അതാണ് റിയാലിറ്റി എന്നും വിചാരിച്ച് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എൻ്റെ റിയൽ കണക്ഷൻസുമായിട്ട് ഞാൻ ഡിസ്റ്റൻ്റായി പോയ മാതിരി തോന്നുന്നു. ഇപ്പോൾ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കില്ല എന്നൊന്നുമല്ല, പക്ഷേ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയം, സ്ട്രേഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള റിയൽ ലൈഫിലെ സമയം, ഇതൊന്നും നമുക്കങ്ങോട്ട് ഇല്ലാത്ത പോലെ. ആരെങ്കിലും കാണും സംസാരിക്കും ചെയ്യുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഞാനെന്ത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചർച്ചയായി വരുന്നത്. അല്ലാണ്ട് അതായത് എൻ്റെ ജീവിതം സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം എനിക്ക് ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് ധാരാളം ആൾക്കാർക്ക്, അതായത് വിസിബിൾ അല്ലാത്ത, സാമൂഹ്യ മാധ്യമത്തിൽ വിസിബിൾ അല്ലാത്ത ജീവിതം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഇത് ചോദിക്കും, ഒരു കാട്ടിൽ ഒരു മരം വീണു, അതിൻ്റെ ശബ്ദം ആരും കേട്ടിട്ടില്ലെങ്കിൽ മരം വീണു എന്നുള്ള കാര്യം ഉറപ്പുണ്ടെന്നുള്ളത്. നിങ്ങളെ കുറേ കാലമായല്ലോ കണ്ടിട്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ്? എല്ലാ ആഴ്ചയും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഫീഡിൽ, അതായത് അവനവൻ്റെ ഫീഡിൽ വരുന്നത് മാത്രമേ ഈ ലോകത്ത് നടക്കുന്നുള്ളൂ എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് ഫീഡിൽ വന്നില്ലല്ലോ, ഓരോരുത്തരുടെ ഫേസ്ബുക്ക് ഫീഡിൽ വന്നാൽ മാത്രമേ ലോകത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു പുഷ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ്, നമ്മൾ പോയിട്ട് പുള്ളി ചെയ്യുന്നില്ല. ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതല്ല. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കമ്പാരിസണും സെൽഫ് ഡൗട്ടും പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടവും ബോഡി ഇമേജിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളും, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമം നമുക്കല്ലെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലെ ഇടപെടലുകളും ഇത് കൂടുതലാക്കാൻ സാധ്യതയുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇഷ്യൂൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്യണം. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർ രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാമൂഹ്യ മാധ്യമം സോഷ്യൽ ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ, അങ്ങനെയൊക്കെയാണെങ്കിൽ ഐ തിങ്ക് സാമൂഹ്യ മാധ്യമം അതിൽ കൂടെ വരുന്നത് സെൽഫ് ഇമേജിൻ്റെ സാധനമല്ല. പക്ഷെ ഞാനൊരു സെൽഫി എടുക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതം ഭയങ്കര സുന്ദരമാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇടുന്നോടും അതുകൊണ്ടാണ് ദാറ്റ് വാസ് എ മെയിൻ റീസൺ വൈ ഐ സ്റ്റോപ്പ് പുട്ടിങ് എനിത്തിങ് പേഴ്സണൽ ടു മീ. നമ്മൾ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടിടുന്നു, നമ്മൾ ചില കാര്യങ്ങളെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നു, അങ്ങനെ കാര്യങ്ങളല്ലാണ്ട് എൻ്റെ പേഴ്സണൽ, എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, ഞാൻ എന്ത് ഡ്രസ്സ് വാങ്ങുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ഐഡൻറ്റിറ്റി സാമൂഹ്യ മാധ്യമത്തിൽ കൂടി അല്ല ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ജോലിയിൽ പോകുന്നു, നമ്മൾ സുഹൃത്തുക്കളെ കാണുന്നു, വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാരാണ്, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുമായി കണ്ടു കഴിഞ്ഞാൽ അവർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യും, അതിൽ ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഞാനായിട്ട് പോയിട്ട് ഇന്ന് ഞാൻ ഇഡ്ഡലി കഴിച്ചു, മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പുട്ടുണ്ടാക്കിയ ദിവസം പുട്ടിൻ്റെ ഫോട്ടോ, ബീഫുണ്ടാക്കിയ ദിവസം ബീഫിൻ്റെ ഫോട്ടോ, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര രസമുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ, എന്നിട്ടൊരു പോസ്റ്റ്. ഇപ്പോഴും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കഴിയുന്നത്ര ഭാര്യയുടെ, കുട്ടികളുടെ, വീട്ടുകാരുടെ, ഇങ്ങനത്തെ ആൾക്കാരുടെ ഫോട്ടോകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അത് കുട്ടികളും വലുതായി കഴിഞ്ഞപ്പോൾ അവരുടെ ഫോട്ടോ നമ്മളുടെ ഒരു അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു സാധനമാണ്. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് നമ്മളത് ആലോചിച്ചിട്ടില്ല. ഈവൻ ചെറിയ കുട്ടികളുടെ യു ആർ നോട്ട് സപ്പോസ് ടു പോസ്റ്റ് ഓൺലൈൻ. എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? കുട്ടികളുടെ കാര്യം അവിടെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മളെ കുട്ടി എന്ത് മിടുക്കനാ, നമ്മളെ കുട്ടി എന്ത് സുന്ദരനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
എന്തിനാ നമുക്കെന്ത് ബാക്കിയുള്ളവരുടെയൊക്കെ കുട്ടികളുടെ ഫോട്ടോവും ഫാമിലീൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പം നമ്മളേതും അവിടെ ഇടണം നമുക്ക് തോന്നുന്നതായിരിക്കാൻ മതി, മാനുഷികമായിട്ടുള്ള സംഭവമായിരിക്കാൻ മതി. അത് ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഒരു ഫാമിലിയിൽ 2 കുട്ടികളുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ 2 കുട്ടികളെയും കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് മുമ്പേ ഉണ്ടായിരുന്നു, സാമൂഹ്യ മാധ്യമത്തിന് മുൻപേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളെ വീട്ടിലേക്ക് നമ്മളുടെ ഒരു ചെറിയ സർക്കിളിലേക്ക് വരുന്ന ആൾക്കാർ മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇരുന്നങ്ങ് കമ്പയർ ചെയ്യാണ്, ഇരുന്നങ്ങ് ജഡ്ജ് ചെയ്യാണ്, ഇരുന്നങ്ങ് ട്രോൾ ചെയ്യാണ്. സോ വൈൽ സോഷ്യൽ മീഡിയ വുഡ് ബി ദെയർ, നമ്മൾ തന്നെ തീരുമാനിക്കണം എങ്ങനെയാണ് ഈ സംഭവത്തിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ സംഭവം നമ്മളുടെ മാനസികാരോഗ്യത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ വിത്ത് ദാറ്റ് ഐ ലീവ് യു ഓൾ. ഇങ്ങനെ ചില ടോപ്പിക്കുകളിലൂടെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദ മൈറ്റ് ബി 1-2 കാര്യങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ഉപകാരപ്പെടുന്നത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഓഡിയോയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ, അപ്പം അങ്ങനെയാക്കാം.